ഹലോ, എല്ലാവർക്കും ജോസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഡെൽറ്റ ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ കയറിയപ്പോൾ നമ്മൾ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നല്ല കൺവീനിയൻ്റ് ആയിരുന്നു കേട്ടോ. രണ്ടാൾക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ ഒരു ബാഗൊക്കെ വെക്കാനുള്ള റാക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു സ്നാക്ക് പാക്കറ്റ് തന്നിരുന്നു. അപ്പോൾ അതിലൊരു ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഒരു ജ്യൂസ് പാക്കറ്റ്, അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും തന്നിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ അതൊരു 3 മണിക്ക് കയറിയിട്ട് പിറ്റേ ദിവസം കാലത്ത് ഒരു 7:30 കറക്റ്റ് മണ്ണുത്തി ബൈപ്പാസിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പൂമല ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് പോയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ബ്യൂട്ടിഫുള്ളാണ് ആ വ്യൂ എന്നുള്ളത്. അപ്പോൾ ഇതാണ് പൂമല ഹൈറ്റ്സ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓരോ പാർട്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫസ്റ്റ് ലെയർ സ്വിമ്മിംഗ് പൂള്. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഒരു വലിയ ഹാളുണ്ട്. അവിടെ ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താനായിട്ട് പറ്റിയ ഒരു ഇതാണ്. ഈ ഒരു വില്ലയാണ് ഞങ്ങൾ എടുത്തിരുന്നത്. ഇതിലൊരു 4 റൂമാണ് നമ്മൾ എടുത്തിരുന്നത്. കാരണം നമ്മൾ മൊത്തം എൻ്റെ ഫാമിലി പോയിരുന്നു. അപ്പോൾ അത് കാരണമാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ നമ്മൾ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു വീണ്ടും ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഒരു ചെറിയ ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റിയ ഒരു ലൈക്ക് ഡിന്നറൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഡിന്നറോ ലഞ്ചോ എന്ത് വേണമെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഏരിയ കൂടി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത് വൈകിട്ട്. പിന്നെ അവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ 4 ഭാഗവും ഗ്രീനറിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ പുറം ഭാഗത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അവിടെ വെച്ചിട്ട്. ഫാമിലിയുടെ കൂടെയൊക്കെ ഉള്ള ഫോട്ടോ സെഷനായിരുന്നു. പിന്നെ കാരണം അത്രയും നല്ല സീനറി ഉള്ളപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു മെമ്മറിക്ക് വേണ്ടി. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും സൺസെറ്റായി. അപ്പോൾ അതൊക്കെ കണ്ടുപോയിട്ട് പിന്നെ നമ്മളിവിടെ ഈവനിങ് ഇവിടെ ഇരുന്നു കുറേ നേരം. പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ വന്നു, അവരുടെ ഫാമിലിയൊക്കെ വന്നു. പിന്നെ നമ്മളവിടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. മെയിനായിട്ട് ഫോട്ടോ സെഷനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഡിന്നർ ടൈമായപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയായിരുന്നു ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, ചിക്കൻ. അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളാൽ പറ്റുന്ന തരത്തിലൊക്കെ ഒരു റീലൊക്കെ എടുത്തായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തൃശ്ശൂർ കറങ്ങാൻ പോയി. അങ്ങനെ തൃശ്ശൂർ കറങ്ങാൻ പോയി. കറങ്ങണ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിനി ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് എന്താ വേണ്ടേ അങ്ങനെയൊക്കെ. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഉൾഭാഗത്ത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്കിറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണക്കിരീടം തൃശ്ശൂർ റൗണ്ട് കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിലായിരുന്നു. മാക്സിമം അത് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്വർണ്ണക്കിരീടം. അപ്പോൾ അവർ ഫുള്ള് റൗണ്ട് കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂരത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്